ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ പ്രഭാവതി പി എൻ. ഞാൻ ഇന്ന് നമ്മുടെ ഷഡ്ഡിയും കൊണ്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇന്ന് ഞാൻ അമ്മയുടെ ഷഡ്ഡിയെക്കുറിച്ചൊന്ന് പറയാവേ. പണ്ട് അവർക്ക് ഷഡ്ഡി ഉണ്ടായിരുന്നില്ല. അവർ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തറ്റുടുക്കുക, താറുടുക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ മുണ്ടിനെ എടുത്ത് മടക്കി കുത്തി ഈ കളരിപ്പയറ്റുകാർ ഉടുക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് അവർ അമ്പലങ്ങളിലൊക്കെ പോകുമായിരുന്നു. അത് വീട്ടിൽ വരുമ്പം ഊരി വെക്കുകയും ചിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ അവസാനം അവർ ആ സാധനം അങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ ഫ്രീ ആയിട്ട് നടന്നു. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഷഡ്ഡിയൊക്കെ വന്ന്. ട്രൗസറൊന്നും അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവരുള്ളി പാവാടയും അതിൻ്റെ മുകളിലൊരു മുണ്ടോ അല്ലെങ്കിൽ സാരിയോ അങ്ങനെയൊക്കെ ആയിരുന്നു അവർ ഉടുത്തോണ്ടിരുന്നത്. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെയൊക്കെ എൻ്റെ കാലത്തൊക്കെയാണ് ഈ ഷഡ്ഡി എന്ന് പറഞ്ഞ സാധനം. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആദ്യം ട്രൗസറായിരുന്നു. കുഞ്ഞിലെയൊക്കെ ഉപയോഗിച്ച ഷഡ്ഡിയല്ലായിരുന്നു, ട്രൗസർ പോലത്തെ സാധനമായിരുന്നു. പിന്നീടാണ് ഷഡ്ഡിയൊക്കെ വന്നേക്കുന്നത്. ആ സമയത്തും എൻ്റെ അമ്മയൊന്നും ഒന്നും ഉപയോഗിക്കുന്നില്ല. അവർ അടിയിൽ ഷഡ്ഡി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന സമയത്ത് അമ്മ തുണി അലക്കിയിട്ട് എന്തോ ഇങ്ങനെ പാത്ത് കൊണ്ടുപോവുക, വിരിച്ചിടാൻ വേണ്ടിയിട്ട്, വെയിലത്തിടാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ ചെന്നു. എൻ്റെ അമ്മ ഈ പാത്ത് കൊണ്ടുവന്നെന്ന് ചോദിച്ചു. അമ്മ അലക്ക് കഴിഞ്ഞിട്ട് വിരിച്ചിടാൻ കൊണ്ടുവന്ന സാധനമാണ്. ഒന്നും ഇല്ലടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ കാണിച്ചെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ എന്നെ ഒരു ഷഡ്ഡിയാണ്. അമ്മയ്ക്കത് വാങ്ങിയിട്ട് കുറേ നാളായെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും പാത്ത് കൊണ്ടിട്ട് ഉണക്കും, എന്നിട്ട് എടുത്തു വെക്കും, എവിടെയെങ്കിലും പാത്ത് വെക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ആശാത്തിൻ്റെ പരിപാടി. ഒരു ദിവസം ഞാൻ കൈയോടെ പിടിച്ചപ്പോൾ ആശാത്തിക്ക് അത് ഷഡ്ഡി ആടി, എല്ലാവരും ഷഡ്ഡി ഉപയോഗിക്കുന്നുണ്ടപ്പോൾ എനിക്കൊരു ഷഡ്ഡി വാങ്ങാൻ തോന്നി. ഞാനങ്ങനെ വാങ്ങുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് ഷഡ്ഡി പിന്നെ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ ഒരു ഷഡ്ഡി അമ്മയ്ക്ക് പിന്നെ വാങ്ങിക്കൊണ്ട് കൊടുത്തു. അമ്മ ഷഡ്ഡി ഇട്ടത് ഞാൻ ഇട്ടതിന് ശേഷമാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്കത് അമ്മമാർക്ക് ഇന്നും ഷഡ്ഡി ഉപയോഗിക്കാത്ത അമ്മമാരുണ്ടാവും അല്ലേ വീട്ടിൽ. അമ്മമാർ പ്രത്യേകിച്ച് ഒരു സാധനം ഉപയോഗിക്കാത്തവരുണ്ടാവും അല്ലേ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. കുറച്ച് കുട്ടികൾ, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. കുറച്ച് കുട്ടികൾ, പെൺകുട്ടികൾ നേരുന്ന ഷഡ്ഡിയും പിടിച്ചിട്ട് നിന്ന് ഡാൻസ് കളിക്കുന്നു. നല്ല ഒരു അടിപൊളി ഡാൻസ് കുട്ടികളെല്ലാം കൂടി കളിക്കുകയാണ്. അതിന് താഴെ ഒരു വൃത്തികെട്ട കമൻറ്റ് ആരോ ഇടുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ ഈ പെൺകുട്ടികളുടെ ഷഡ്ഡി കാണുമ്പോൾ ഇങ്ങനെ വൃത്തികെട്ട കമൻ്റൊക്കെ ഇടുന്ന ആൾക്കാർ? എനിക്ക് മനസ്സിലാവുന്നില്ല. ആണുങ്ങൾക്ക് മാത്രമേ ഷഡ്ഡി ഉപയോഗിക്കാൻ പാടുള്ളൂ, പെണ്ണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അവർ ഷഡ്ഡി വെളിയിൽ കാണാൻ പാടില്ല. അപ്പോൾ കുട്ടികളുടെ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു വൃത്തികെട്ട കമൻ്റാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പെൺകുട്ടികളുടെ ഷഡ്ഡികളെ ഇങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരാവശ്യമില്ല. നാളെ പെൺകുട്ടികൾ ഷഡ്ഡി മാത്രം ഇട്ട് റോഡിലിറങ്ങും. അപ്പം ആ ഒരു ദിവസമായി കാത്തിരിക്കൂ. നന്ദി, നമസ്കാരം.